അപ്പോൾ നമ്മുടെ വെഡ്ഡിങ് പർച്ചേസിൻ്റെ ഫൈനൽ പാർട്ട് വീഡിയോ ആണ്. ഫസ്റ്റ് 2 പാർട്ട് കാണാത്തവർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക ലിങ്ക്. ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും കൊടുക്കുക. അപ്പോൾ അത് കാണാത്തവർ അതുകൂടി കാണാം. ഫസ്റ്റ് പാർട്ടിലും സെക്കൻഡ് പാർട്ടിലും നമ്മൾ കോഴിക്കോട് പർച്ചേസ് ചെയ്യാൻ പോയിട്ടുള്ള വീഡിയോസാണ്. കല്യാണത്തിൻ്റെ സാരി എടുക്കാനും മറ്റ് ഷോപ്പുകളിലൊക്കെ കയറിയിട്ടുള്ളത്. ഇത് തലേ ദിവസത്തെ ബ്രൈഡൽ ഡ്രസ്സിൻ്റെയും അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഇടാനുള്ള ഡ്രസ്സുകളുടെ പർച്ചേസിങ്ങും ഉമ്മയുടെ സാരിയൊക്കെ എടുക്കുന്ന വീഡിയോസാണ്. നമ്മൾ KMTയിലാണ് ഇപ്പോൾ താത്താക്ക് വേണ്ടിയിട്ട് തലേ ദിവസത്തെ ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. അപ്പോൾ അവിടുത്തെ പാർട്ടി വെയർ സെക്ഷനിലാണ് ഒരുപാട് ഡ്രസ്സുകൾ ട്രയൽ ചെയ്ത് നോക്കുന്നുണ്ട്. മറ്റൊരു സൈറ്റിലൂടെ ഞാൻ എനിക്കുള്ള ഡ്രസ്സുകളും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സാരി സെക്ഷനിക്ക് വന്നിട്ടുണ്ട്. സാരി കൊടുക്കാനൊക്കെ ഉള്ള സാരികൾ എടുക്കാൻ വേണ്ടിയിട്ട് അമ്മായിമാർക്കൊക്കെ ഉള്ള സാരികൾ കൊടുക്കാനും പിന്നെ ഉമ്മാക്കുള്ള സാരിയൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ സാരികൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ സാരിയിൽ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. KMTയിൽ നല്ല സാരി കളക്ഷൻസ് പാർട്ടി വെയറിലുണ്ട്, ഫാൻസി സാരിയിലൊക്കെ ഉണ്ട്. ഉമ്മ അതേപോലെ അവിടുത്തെ നിക്കാഹിനിടാൻ വേണ്ടിയിട്ടുള്ള ഫാൻസി സാരി ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ സാരിയാണ് ഉമ്മ ഫസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറേ ദിവസം അതിങ്ങനെ വീട്ടിൽ ഇരുന്ന് കണ്ടപ്പോൾ ഉമ്മാക്ക് അതെന്തോ ഒരു കളർ വൈറ്റ് വേണ്ട എന്നുള്ളത് തോന്നിയിട്ട് അതേ സാരിയിൽ തന്നെ ലാവൻഡർ കളറാണ് പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നത് അന്ന് നിക്കാഹിൻ്റെ റിസപ്ഷന് വേണ്ടിയിട്ട് ഇടാൻ. അതൊക്കെ പിന്നെ ഞാൻ ഹോസ്റ്റലിലാവുമ്പോൾ പോയിട്ട് മാറ്റി വെച്ചതായതുകൊണ്ട് അതിൻ്റെ ഒന്നും വിഷ്വൽസ് ഇല്ല. വീഡിയോയിൽ ഇപ്പോൾ കണ്ട വൈറ്റ് സാരിയുടെ തന്നെ ലാവൻഡർ കളറാണ്. അതിന് നമ്മൾ കല്യാണത്തിൻ്റെ മറ്റ് വീഡിയോസും ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ കാണാം. പിന്നെ നമ്മൾ കോട്ടക്കൽ തന്നെയുള്ള പ്രോമിസിലാണ് വന്നിട്ടുള്ളത്. പ്രോമിസിൽ നല്ല അടിപൊളി ബ്രൈഡൽ കളക്ഷൻസും അതുപോലെ തന്നെ ഡിസൈനർ പീസുകളൊക്കെ ഉണ്ട്. ഒരുപാട് ഡ്രസ്സുകൾ നമ്മൾ ഇഷ്ടമായിട്ട് പിന്നെ ഏതെടുക്കും എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. താത്താൻ്റെ എൻഗേജ്മെൻറ്റ് മുതലേ ഞങ്ങൾ അവിടെ പോവാറുണ്ട്, പർച്ചേസ് ചെയ്യാറുണ്ട്. ഈ കാണുന്ന പിങ്കാണ് ഞാൻ താത്താൻ്റെ നിക്കാഹിന് വേണ്ടിയിട്ട് ഇടാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ കസിൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ടായിട്ടുണ്ടെങ്കിലും കാക്കയുടെ നിക്കാഹിനും അതുപോലെ തന്നെ താത്താക്ക് ഹസ്ബൻഡിൻ്റെ വീട്ടിലിടാനുള്ള ഡ്രസ്സുകളും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഞങ്ങൾ പ്രോമിസിന് എടുത്തിട്ടുണ്ടായിരുന്നു. ഡിസൈനർ പീസസ് ആയതുകൊണ്ട് തന്നെ നല്ല റയർ പീസസുകൾ അവിടെ ഉണ്ടാവും. വെറൈറ്റി കളറിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലത്തെ വെറൈറ്റി ഡിസൈൻ ഡ്രസ്സുകൾ ഉണ്ടാവും. ഇത് അതുപോലെ തന്നെ താത്താക്ക് തലേ ദിവസം ഇടാൻ വേണ്ടിയിട്ട് നോക്കിയതായിരുന്നു. പിന്നെ അത് നല്ലോണം സിമ്പിളായോ എന്നുള്ള മീൻസ് അത്രയും ഹെവി പാർട്ടിക്ക് സിമ്പിളായോ എന്ന് തോന്നി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പേസ്റ്റലിനാണ് താത്താടെ അവിടുത്തെ നിക്കാഹിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ ഈ വീഡിയോ അതിൻ്റെ മുന്നേ പോസ്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് എടുത്ത ഡ്രസ്സിൻ്റെ വീഡിയോസ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. താത്താടെ ഒരു റെഡ് ലെഹങ്ക ഉണ്ട്, അതൊക്കെ നമ്മൾ പേസ്റ്റലിനാണ് എടുത്തിട്ടുള്ളത്. ഡ്രസ്സുകളെല്ലാം ഒരു സ്ഥലത്തു നിന്നല്ല, നമ്മൾ പല സ്ഥലത്തു നിന്നായിട്ടാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. കോഴിക്കോട് നിന്നും കോട്ടക്കലിൽ നിന്നും തിരൂരിൽ നിന്നും അങ്ങനെ പല സ്ഥലത്തു നിന്നായിട്ട്. പിന്നെ ഇതിൽ കല്യാണത്തിന് ഏറ്റവും വലിയ ടാസ്ക് ഉമ്മയുടെ സാരി നോക്കലായിരുന്നു. കാരണം സത്യം പറഞ്ഞാൽ ഉമ്മ ഫാമിലിയിൽ വലിയ ഫാഷൻ ഡിസൈനറും മറ്റുള്ള ഫാമിലി മെമ്പേഴ്സിൻ്റെ കല്യാണ ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യാൻ പോകുന്ന ആളും ഒക്കെയാണ്. പക്ഷെ ഞങ്ങളെ വീട്ടിലെ പരിപാടിയായപ്പോൾ ഉമ്മക്ക് എന്തെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനായിപ്പോയി. കാരണം ഉമ്മ എടുക്കുന്നതൊന്നും ഞാൻ പറഞ്ഞില്ലേ മുന്നേ പർച്ചേസ് ചെയ്ത് വെച്ചതായതുകൊണ്ട് അത് വീട്ടിലിരിക്കുമ്പോൾ അതുപോലെ അതിനേക്കാളും നല്ലത് വേണം, അങ്ങനെ ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ആയിട്ട് നടക്കുകയായിരുന്നു ഉമ്മ. അങ്ങനെ ഉമ്മയുടെ സാരിക്ക് ഉമ്മ എവിടെ ചെന്നാലും ഒരു 10 മിനിറ്റ് കൊണ്ട് ഡ്രസ്സ് എടുത്ത് ഇറങ്ങുന്ന ഉമ്മ ഈ കല്യാണത്തിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഡ്രസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് ഉമ്മയുടെ സാരിക്കാവും. കാരണം എടുക്കും പിന്നെ കുറച്ച് കഴിഞ്ഞാലും ഉമ്മക്ക് അത് രസമില്ലേ ഇല്ലേ എന്നുള്ളൊരു തോന്നലാവും. അങ്ങനെ എടുത്തിട്ടുള്ളത് ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ വൈറ്റ് സാരി മാറ്റി വെച്ചതുപോലെ തന്നെ എടുത്തിട്ട് 2-3 പ്രാവശ്യം ഉമ്മ സാധനങ്ങൾ മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ അറ്റ് ലാസ്റ്റ് കല്യാണ സാരി എടുക്കാൻ വേണ്ടിയിട്ട് എത്തിയത് എടപ്പാളുള്ള സാരിയുടെ മാത്രമായിട്ടുള്ള ഷീമാട്ടിയുടെ ഷോപ്പ് ഉണ്ടായിരുന്നു, അവിടെയായിരുന്നു. പക്ഷേ ഈ വീഡിയോ ഷീമാട്ടിയിൽ ഫസ്റ്റായിട്ട് പോയതിൻ്റെയാണ്. അതിനുശേഷം 2-3 തവണ വീണ്ടും പോയിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കൊടുക്കാനുള്ള സാരികളും പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഉമ്മാക്കുള്ള സാരി എടുത്തിട്ട് പിന്നെ അത് ഉമ്മാക്ക് അതെല്ലാം വേറെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് വീണ്ടും പോയി മാറ്റിയെടുത്തിട്ടുണ്ട്. സാരിയുടെ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഷീമാട്ടിയിൽ. പട്ട് സാരിയിലാണെന്നുണ്ടെങ്കിലും ഫാൻസി സാരിയിലാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ കോട്ടൺ സാരി ആയാലും എല്ലാ ടൈപ്പ് സാരിയിലും നല്ല കളക്ഷൻസ് ഉണ്ട്. അങ്ങനെ സാരികളുടെ പേരൊന്നും പറഞ്ഞു തരാൻ എനിക്ക് അറിഞ്ഞൂടാ, അതുകൊണ്ട് എല്ലാ ടൈപ്പിലുള്ള സാരികളും അവിടെ ഉണ്ട്. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുമ്പോൾ തന്നെ കാണാം. നമുക്ക് ഏതൊരു പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റിയ സാരികളാണെന്നുണ്ടെങ്കിലും കേരള സാരിയും എല്ലാ സാരികളും അവിടെ ഉണ്ട്. അവിടുന്ന് ഇതേപോലെ ഉമ്മ ചെന്നിട്ട് ഒരുപാട് കൺഫ്യൂഷൻ ആയിട്ടുണ്ട് ഏത് എടുക്കും എന്നുള്ളതിൽ. കാരണം ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ടായതുകൊണ്ട്
എനിക്ക് തോന്നുന്നു നമ്മൾ പെണ്ണുങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോയാൽ ഈ ഒരു പ്രശ്നമുള്ളൂ എന്നുള്ളത്, മാറ്റിക്കാൻ പോലും. പക്ഷേ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ ആ പരിപാടി ഉണ്ടാവാറേ ഇല്ല. എപ്പോൾ ഡ്രസ്സ് എടുത്താലും എല്ലാവരും പറയുന്ന പോലെ ആ കളർ പറ്റിയില്ല, ഇത് മാറ്റാം അത് മാറ്റാം എന്നുള്ളത് ഞങ്ങളെ വീട്ടിൽ ഇതുവരെ ഉണ്ടാവാത്ത സംഭവമാണ്. ഉമ്മ എടുക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടാവും ചെയ്യും. പക്ഷേ ഈ പ്രാവശ്യം കല്യാണത്തിൻ്റെതായപ്പോൾ നമ്മളെ വീട്ടിലെ പരിപാടിയല്ലേ വിചാരിച്ചിട്ട് എന്തോ ഉമ്മ 2-3 തവണ മാറ്റിയിട്ടുണ്ടായിരുന്നു സാരി. അതിനുവേണ്ടി ഉപ്പാക്കും ബ്രദറിനും എടുക്കാൻ പോയാൽ രണ്ടാളും നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ച് അല്ലെങ്കിൽ നമ്മളോട് ഇഷ്ടമായോ എന്ന് ചോദിച്ചിട്ടൊക്കെ എടുക്കുള്ളൂ. ഞങ്ങളെ പോലെ തന്നെ ഉപ്പ അങ്ങനെ ഡ്രസ്സിന് ഇഷ്ടമുള്ള ആളല്ല. പക്ഷേ ബ്രദറും ഞാനും ഉമ്മയൊക്കെ അതേപോലെ, സിസ്റ്ററൊക്കെ അതേപോലെ ഡ്രസ്സിന് നല്ല ഇഷ്ടമുള്ളവരാ. അവനും ഇതേപോലെ കുറച്ച് സമയം എടുക്കും തോന്നുന്നു. പക്ഷേ ഉപ്പ നമ്മളെല്ലാവരും ഭൂരിപക്ഷമായിട്ട് ഏത് അഭിപ്രായമാണോ പറയുന്നത് അത് സെലക്ട് ചെയ്യും. ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്ന എല്ലാ സാരികളും ഇഷ്ടമായിട്ടാണ് ഉമ്മ ട്രയൽ ചെയ്യുന്നത്. ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷനാവും ഏത് ഇഷ്ടമായി എന്ന് പറയാനുള്ളത്. ചിലതൊക്കെ ഇതേപോലെ ഉമ്മാൻ്റെ അടുത്ത് സാരികൾ വേറെ ഉള്ളതുകൊണ്ട് അതുപോലത്തെ സെയിം കളറൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ മാറ്റി വെക്കും. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഉമ്മാക്ക് ഇതേപോലെ കോൺട്രാസ്റ്റ് കളർ ബോർഡർ വരുന്നതൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടായിരുന്നു. അങ്ങനെയും കുറേ തിരഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ലാസ്റ്റ് എടുത്ത സാരി അങ്ങനെ ആയിരുന്നില്ല, ബോർഡർലെസ് സാരി ആയിരുന്നു. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുപോലെ ഇത് വളാഞ്ചേരി കച്ചീനയിൽ പോയതാണ്. പിന്നെ നമ്മൾ എൻ്റെ കോളേജിലും വരേണ്ട ഒരാവശ്യത്തിന് വന്ന് പെരിന്തൽമണ്ണയും കുറച്ച് ഷോപ്പുകളിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതേ പറഞ്ഞ പോലെ മുന്നേ ഒരുപാട് ഷോപ്പുകൾ നോക്കിയപ്പോൾ അവിടെയൊക്കെ ഉള്ളതേപോലത്തെ കളക്ഷൻസും നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ അടുത്തുള്ള കളറോ അല്ലെങ്കിൽ ഉള്ള ടൈപ്പോ ആയതുകൊണ്ട് അവിടെ നിന്നൊന്നും പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പറഞ്ഞതുപോലെ തന്നെ വീണ്ടും ഇതേ പ്രോമിസിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇത് ഞാൻ താത്താടെ സംഗീതത്തിന് ഇട്ടിട്ടുള്ള ഡ്രസ്സായിരുന്നു. അങ്ങനെ 2 ദിവസത്തെ പരിപാടിക്കും ഞാൻ പ്രോമിസ് തന്നെ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതായിരുന്നു ഞാൻ വെഡ്ഡിങ്ങിന് ഇട്ടിരുന്ന ഒരു ലെഹങ്ക. ഇത് നമ്മൾ തിരൂർ പേസ്റ്റലിനാണ് എടുത്തത്. പിന്നെ ഒരു ദിവസം കോഴിക്കോട് പോയിരുന്ന് ഐഷ്യൂവിൽ നിന്ന് മെറ്റീരിയൽ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് താത്താടെയും ബാബിയുടെയും നെറ്റിന് വേണ്ടിയിട്ട് ഉമ്മ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള, അപ്പോൾ അതിൻ്റെ മെറ്റീരിയലും ലേസും സംഭവങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഡ്രസ്സിൻ്റെ പർച്ചേസിങ്, ബ്രൈഡൽ ഡ്രസ്സുകളൊക്കെ സെറ്റ് ആയതിനു ശേഷം പിന്നെ നമ്മൾ റെൻ്റൽ ഓർണമെൻറ്റ്സിൻ്റെ ആ ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഓർണമെൻറ്റ്സ് നോക്കാൻ വേണ്ടിയിട്ട് കോട്ടക്കലും അതുപോലെ തന്നെ തിരൂരുള്ള ഗോൾഡൻ കപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ അഡ്വൈസ് തരാനുള്ള എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ മാരേജ് ഡേറ്റ് നേരത്തെ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ ഡ്രസ്സ് എടുക്കുന്ന കൂട്ടത്തിൽ നേരത്തെ തന്നെ റെൻ്റൽ ഓർണമെൻറ്റ്സും ഫിക്സ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഓർഡർ കൊടുക്കുക. കാരണം നമ്മൾ തന്നെ പോയിട്ട് ഒരുപാട് ഇഷ്ടപ്പെടുന്നതും സെലക്ട് ചെയ്യുന്ന ഓർണമെൻറ്റ്സ് ആ ദിവസത്തേക്ക് അവൈലബിൾ ആയിരുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. ഇതിലൊന്നും പ്രൊമോഷൻ വീഡിയോസ് അല്ല, നമ്മൾ പേഴ്സണലി ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.